ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഈസ്, ആം, ആർ, വാസ് വേർഡ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈസ്, ആം, ആർ ഇതിൻ്റെ മലയാളം അർത്ഥം വരുന്നത് ആണ്, ആകുന്നു എന്നാണ്. പക്ഷേ വാസ്, വേർഡ് ഇവ രണ്ടിൻ്റെയും അർത്ഥം ആയിരുന്നു എന്ന് പറയുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഈസ് എങ്ങനെ ഉപയോഗിക്കാം, അതോടൊപ്പം സിംഗുലർ സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ പേര്. അപ്പോൾ സബ്ജക്റ്റ് കഴിഞ്ഞ ശേഷം ഈസ് ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് എ ടീച്ചർ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് നോക്കൂ, ഹി എന്നാണ്. ഹി എന്നുള്ളത് ഒരു വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഹി കഴിഞ്ഞ ശേഷം ഈസ് എന്ന് വന്നിരിക്കുന്നത്. മറ്റൊരു സെൻറ്റൻസ് നോക്കൂ, ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്. ഈ സെൻറ്റൻസിൽ ഷീ എന്നുള്ളത് സിംഗുലർ സബ്ജക്റ്റും സെൻറ്റൻസിൻ്റെ അവസാനം ആണ് എന്ന് വന്നതുകൊണ്ടുമാണ് ഇവിടെ ഷീ കഴിഞ്ഞ ശേഷം ഈസ് എന്ന് വന്നിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഹി ഈസ് എ ടീച്ചർ, അവൻ ഒരു അധ്യാപകനാണ്. ഷീ ഈസ് എ സ്റ്റുഡൻറ്റ്, അവൾ ഒരു വിദ്യാർത്ഥിനിയാണ്. ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ ഈസ് ഉപയോഗിച്ച് പറയാം. ഇനി ഒരു സെൻറ്റൻസ് നോക്കൂ, ഹി ഈസ് വാക്കിംഗ്, അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് കുക്കിംഗ്, അവൾ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലും ഈസ് ഉപയോഗിച്ച് പറയാം. നെക്സ്റ്റ്, ആം. ആം എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, അതായത് നമ്മളുടെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയുമ്പോഴും ആം ഉപയോഗിച്ച് പറയാം. അപ്പോൾ ആം ഉപയോഗിക്കുമ്പോൾ ആമിന് മുമ്പിൽ വരുന്ന സബ്ജക്റ്റ് ഏതായിരിക്കും? ഐ ആം ടയേർഡ്, ഞാൻ ക്ഷീണിതയാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷവതിയാണ്. ഐ ആം സാഡ്, ഞാൻ ദുഃഖിതയാണ്. ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ്, ആർ. ആർ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ആർ ഉപയോഗിച്ച് പറയാം. ഏതൊക്കെയാണ് പ്ലൂറൽ സബ്ജക്റ്റ്? വി, യു, ദേ, ദിസ്, ദോസ്. അതായത് ഒന്നിൽ കൂടുതൽ വ്യക്തികളെക്കുറിച്ച് പറയുമ്പോൾ ആർ ഉപയോഗിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ദേ ആർ വർക്കിംഗ്, അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ്, ഞങ്ങൾ പോകുകയാണ്. കീർത്തി ആൻഡ് ദിവ്യ ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ രണ്ട് പേരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ ആർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ മനസ്സിലാക്കിയ ഈസ്, ആം, ആറിനെ കുറിച്ച് ഒന്ന് റിവൈസ് ചെയ്യാം. ഇവിടെ ഓർത്തിരിക്കേണ്ട ഗ്രാമർ റൂൾസ്: 1, ഇതെല്ലാം പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. 2, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആർ. സബ്ജക്റ്റ് ഐ ആണെങ്കിൽ ആം. മൂന്നാമത്തെ കാര്യം, നമ്മൾ പറയുന്ന സെൻറ്റൻസിൽ ലാസ്റ്റ് ആണ് എന്ന് അവസാനിക്കുന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിനനുസരിച്ച് ഇതെല്ലാം ഉപയോഗിക്കാം. നെക്സ്റ്റ്, വാസ് വേർഡ്. പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം ചെയ്യുകയായിരുന്നു എന്ന് പറയാനായി വാസ് വേർഡ് ഉപയോഗിക്കാം. വാസ് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഈസ് ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ വ്യത്യാസം, ഐ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ ആം അല്ല, പാസ്റ്റ് ടെൻസിൽ വാസ് ആണ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഷീ വാസ് എ ഗുഡ് സ്റ്റുഡൻറ്റ്, അവൻ നല്ല വിദ്യാർത്ഥിയായിരുന്നു. ഐ വാസ് ടയേർഡ്, ഞാൻ ക്ഷീണിതയായിരുന്നു. ഷീ വാസ് സ്റ്റഡിയിങ്, അവൾ പഠിക്കുകയായിരുന്നു. ലാസ്റ്റ്, വേർഡ്. വേർഡ് എവിടെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ആർ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ വേർഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ്. ആർ ഉപയോഗിക്കുമ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതേ ഗ്രാമർ റൂൾ തന്നെയാണ് വേർഡ് ഉപയോഗിക്കുമ്പോഴും. പക്ഷേ ടെൻസ് മാറുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആർ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണെങ്കിൽ വേർഡ് ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ് എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, വി വേർ വർക്കിംഗ് യെസ്റ്റർഡേ, ഞങ്ങൾ ഇന്നലെ ജോലി ചെയ്യുകയായിരുന്നു, എന്നാൽ ഇപ്പോൾ ജോലി ചെയ്യുന്നില്ല. കഴിഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ദേ വേർ ഗുഡ് ഫ്രണ്ട്സ്, അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു, ഇപ്പോൾ അവർ സുഹൃത്തുക്കളല്ല. സോ അവിടെ കഴിഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യു വേർ റൈറ്റിംഗ്, നീ
എഴുതുകയായിരുന്നു. ഇനി അവൾ വരുകയായിരുന്നു. അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 2 സെൻറ്റൻസും എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.